നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എക്സ്ക്യൂസ് മീ. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു. പേര് രാധിക. പൂജാരിയുടെ മകളാണല്ലേ? അവിടെ പറയുന്ന കേട്ടു. അതെ. ഞാൻ ഈ പാരമ്പര്യത്തോടും പൈതൃകത്തോടും ഒക്കെ അല്പം താല്പര്യമുള്ള കൂട്ടത്തില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ജീവിക്കുന്നുണ്ടായിരിക്കാം തന്നോടെന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. എനിക്ക് പോണം സർ. ഒരു മിനിറ്റ്. ഞാൻ പറയുന്ന കേട്ട് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. എത്രയോ പേരെ, ആരാധികമാരെ ഉൾപ്പെടെ നിത്യനെ കാണുന്നു ഞാൻ. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത, ഐ മീൻ ഈ ഇന്നസെൻസ്. അതാ തന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. സിനിമാ നടനാണല്ലോ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊന്നും മനക്കണക്ക് കൂട്ടിക്കളയരുത്. ജീവിതത്തിന് ഒരു ശുദ്ധി വേണം തീരുമാനിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സോ എന്റെ ഇഷ്ടവും എന്റെ പ്രണയവും ഒക്കെ ഞാൻ വിവാഹം കഴിക്കുന്ന കുട്ടിക്ക് മാത്രമാണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊരു പ്രപ്പോസലിന് പറ്റിയ സ്ഥലമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഭഗവാന് വേണ്ടി ജീവിക്കുന്ന തന്നോട് ഇതിനേക്കാൾ ഏത് നല്ല അന്തരീക്ഷത്തിലെ പറയാൻ പറ്റുക? എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. നമുക്കൊരു ലവ് സ്റ്റോറിയുടെ ആവശ്യമൊന്നുമില്ല. എന്റെ വിവാഹത്തിന്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. സോ ഞാൻ വീട്ടിൽ അറിയിച്ചാൽ അവർ തന്റെ വീട്ടിലേക്ക് വന്ന് പെണ്ണ് കാണാൻ സമ്മതമാണെങ്കിൽ തനിക്ക് സമ്മതമായിരിക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് ഞാൻ അല്ല. ഇപ്പൊ ഒന്നും പറയണ്ട, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. ജീവ, റോഡ് റെഡിയാണ്. ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. ശരി സാർ. ശരി, നമുക്ക് കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.